ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒരുപോലുള്ള മുട്ടക്കറി കഴിച്ച് മടുത്തവരാണോ നിങ്ങൾ? എങ്കിലിത് നമുക്ക് ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ചൂടായ കുക്കറിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കാം. പൊട്ടി വന്ന കടുകിലേക്ക് ഒരു സവാള, ഒരു തക്കാളി, 2-3 പച്ചമുളക്, കറിവേപ്പില, കിഴങ്ങ് ഇതെല്ലാം ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം. വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാലയും, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തേങ്ങയുടെ 2ാം പാലാണ് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് വേകാൻ വേണ്ടിയാണ് 2ാം പാല് വീത്തി കൊടുക്കുന്നത്. തേങ്ങയുടെ 2ാം പാല് വീത്തി കൊടുക്കാം. ഈ 2ാം പാലിൽ കിടന്ന് വേണം കേട്ടോ ഇതൊന്ന് വേവാൻ. ഈ കിഴങ്ങും ഉള്ളിയും എല്ലാം അടച്ചിട്ട് നമുക്കൊരു 2 വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാം. അതിനുശേഷം ആ വെന്ത് വന്നതിലേക്ക് നമുക്ക് കട്ടിയായിട്ടുള്ള 1ാം പാല് വീത്തി കൊടുക്കാം. ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല, വീത്തി ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് അതിനകത്തേക്കുള്ള വെന്ത 2-3 കിഴങ്ങൊന്ന് ഉടച്ചിട്ട് കൊടുത്തേക്കണേ. കറിക്കൊരു തിക്നെസ് ഉണ്ടാവാൻ വേണ്ടിയാണ്. നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സാധനമാണ് ഇത്.